ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. വീണ്ടും അന്വേഷണം നടത്താൻ നിർദ്ദേശം. മൊഴികളിലുള്ള വ്യക്തതക്കുറവ് മൂലമാണ് റിപ്പോർട്ട് മടക്കിയത്. ആത്മകഥ ചോർന്നത് DC-യിൽ നിന്നും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അഞ്ജന അനിൽകുമാർ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഞ്ജന, എന്തൊക്കെ കാര്യങ്ങളാണ് DGP വ്യക്തമാക്കുന്നത്? റിപ്പോർട്ട് മടക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGP മനോജ് എബ്രഹാം മടക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടിലെ അവ്യക്തതക്കുറവ് മൂലമാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത്. വീണ്ടും അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോട്ടയം SP-ക്ക് വീണ്ടും അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും മൊഴികളിലുള്ള അവ്യക്തതയാണ് DGP പരാമർശിച്ചിട്ടുള്ളത്. അതായത് ഇ.പി. ജയരാജന്റെ മൊഴി എടുത്തിരുന്നു, അതിലും വ്യക്തതക്കുറവുണ്ട്. കൂടാതെ DC ബുക്സിന്റെ ഭാഗമായി എടുത്ത മൊഴിയിലും അവ്യക്തതയുണ്ടെന്നാണ് ഇപ്പോൾ DGP പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ കണ്ടന്റ് DC ബുക്സിൽ എത്തി എന്നതാണ്. ആ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കരാറുകൾ നിലനിന്നിരുന്നോ DC ബുക്സും ഇ.പി. ജയരാജനും തമ്മിൽ എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ DGP അന്വേഷണ റിപ്പോർട്ട് മടക്കി വീണ്ടും വ്യക്തമായ അന്വേഷണം നടത്താൻ കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനീത.